ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബീഫ് കറിയുടെ റെസിപ്പി ആയാലോ. നല്ല തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് വെക്കുന്ന അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാ. നമുക്ക് നെയ്ച്ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ചോറിനൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീട്ടിൽ പോകാം. അപ്പോൾ അതിന് നമുക്കൊരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിലായാലും എടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് 4 വലിയ സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സവാള നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് വഴന്ന് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നാൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ ഇത് സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ട് നമുക്കിതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള 2 തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് ഇതിൻ്റെ സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് 1 kg ബീഫാണ് കേട്ടോ. 1 കിലോ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 കപ്പോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്തിന് നമ്മൾ വെള്ളം ഓവറായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇത് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 8 വിസിലോളം നമുക്ക് അടിക്കാം. അപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് വിസിലിൻ്റെ എണ്ണം കൂടിയും കുറയൊക്കെ ചെയ്യട്ടോ. അപ്പം ബീഫ് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാർത്തെടുക്കുക കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വാർത്തെടുക്കുക. ഇനി ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കളറൊക്കെ ഒന്ന് മാറി വരുന്നതിന് നമുക്കിതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ തേങ്ങ നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂണോളം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾ, 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 മാസത്തോളം കേടുകൂടാതെ ഫ്രിഡ്ജിൽ ഇത് സൂക്ഷിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്കിത് ഉപയോഗിക്കാം. ഇനി നന്നായിട്ട് ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്ത്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തേങ്ങ വറുക്കുന്ന സമയത്ത് നമ്മൾ ഗരം മസാല ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ഒരു 1/4 ടീസ്പൂണും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചമുളക്, ഒരു 5-6 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ. അടിപൊളി സ്മെല്ലാണ് വരാൻ, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനി നമുക്കിതൊരു മിനിറ്റോളം അടച്ച് വെക്കാം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ബീഫ് കറി റെസിപ്പി എല്ലാം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ ഒന്നും മറക്കരുത്. നമുക്ക് മറ്റൊരു പിന്നെ കാണാം. ബൈ, താങ്ക് യു.